CMRL എക്സാലോജിക് മാസപ്പടി കേസിൽ വീണ ടിയുടെ ബാങ്ക് ലോക്കറിൽ പരിശോധന തുടരുകയാണ്. തിരുവനന്തപുരത്തെ HDFC ബാങ്കിലാണ് ഇഡി പരിശോധന നടത്തുന്നത്. മുൻപ് മരവിപ്പിച്ച ആ അക്കൗണ്ടുമായി ബന്ധപ്പെട്ട ലോക്കറിലാണ് പരിശോധന നടത്തുന്നത്. വിവരങ്ങളുമായി വീണ്ടും ചേരുകയാണ് ഷഫീദ് റാവുത്തർ. ഷഫീദെ, മുൻപ് ഞാൻ ചോദിച്ചത് ഈ SFIയുടെ ആ രേഖകളിൽ പല കാര്യങ്ങളും രേഖപ്പെടുത്തപ്പെട്ടിട്ടുണ്ടല്ലോ. കാരണം ചെന്നൈയിലെ ചോദ്യം ചെയ്യലിൽ ടി വീണ പറയുന്ന എക്സാലോജിക്ക് ഒരു സേവനവും നൽകിയിട്ടില്ല. എന്നാൽ ഈ SFIയുടെ അവകാശവാദം ടി വീണ തള്ളിക്കളഞ്ഞിട്ടുണ്ട്. പക്ഷേ ഇതൊക്കെ രേഖാമൂലം SFIയുടെ കയ്യിലുണ്ട്. അതിപ്പോൾ ഇഡിക്ക് കൈമാറിയിട്ടുമുണ്ട്. ഇത്തരം കാര്യങ്ങൾ ഏത് രീതിയിലാണ് അന്വേഷണ സംഘത്തെയും അല്ലെങ്കിൽ ഈ വീണ ടിയെയും ബാധിക്കുക? കൃഷ്ണ സൂചിപ്പിച്ചതുപോലെ ഇക്കാര്യത്തിൽ ഈ മണി ട്രാൻസാക്ഷനിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമായി പറയുന്നത് 2.78 കോടി രൂപയുടെ ഇടപാടിൽ എവിടെയാണ് രേഖ, അതല്ലെങ്കിൽ എന്താണ് സർവീസ് എന്നൊക്കെയുള്ള കാര്യങ്ങളാണ് CMRLനോട് ഇഡിയും അതേപോലെ വീണ വിജയനോട് ഇഡിയും ചോദിച്ച വളരെ പ്രധാനപ്പെട്ട കാര്യം. മാത്രമല്ല, നമുക്കറിയാം കഴിഞ്ഞ ദിവസം ചോദ്യം ചെയ്യുന്ന ഘട്ടത്തിലടക്കം വീണയോട് ചോദിച്ചപ്പോൾ SFIയോട് എന്താണോ പറഞ്ഞത് അതേ കാര്യം തന്നെ വീണ ഇഡിയോട് ആവർത്തിക്കുകയും ചെയ്തു. പക്ഷേ അതേസമയം ഈ ട്രാൻസാക്ഷൻ സംബന്ധിച്ച് അതല്ലെങ്കിൽ മണി ട്രാൻസാക്ഷൻ സംബന്ധിച്ച് എന്ത് തരം സർവീസ് മടക്കി കൊടുത്തു എന്നുള്ള ചോദ്യത്തിന് അവർ പറയുന്നത് IT പ്രോഗ്രാമിംഗ് സൊല്യൂഷൻസ് അടക്കമുള്ള കാര്യങ്ങൾ ൊക്കെയുള്ള വാദങ്ങളാണ്. പക്ഷേ അത് ഏത് തരത്തിലാണ്? സാധാരണ ഈ കോർപ്പറേറ്റ് റൂൾ അനുസരിച്ച് രണ്ട് കമ്പനികൾ തമ്മിലുള്ള ഇടപാടുകളിൽ അങ്ങനെ വരുമ്പോൾ സ്വാഭാവികമായും അതിനുള്ള വ്യക്തതയും തെളിവുകളും കാര്യങ്ങളും ഒക്കെ ഉണ്ടാകും. പക്ഷേ വീണ ഏതെങ്കിലും തരത്തിൽ ഇഡി ഉദ്യോഗസ്ഥർക്ക് മുമ്പിലെ ചോദ്യം ചെയ്യലിലും അങ്ങനെ ഒരു വ്യക്തത നൽകിയിട്ടില്ല. ഇതോടുകൂടിയാണ് ലോക്കർ പരിശോധിക്കാനും അക്കൗണ്ട് വിവരങ്ങളിൽ വിശദമായ പരിശോധന നടത്താനും ഇഡി തീരുമാനിച്ചിട്ടുള്ളത്. ഇതിന്റെ ഭാഗമായിട്ടാണ് തിരുവനന്തപുരത്ത് ഈ പരിശോധന ഇപ്പോൾ നടക്കുന്നത്. മാത്രമല്ല, ഇതിൽ നമുക്ക് എടുത്തു പറയേണ്ട ഒരു കാര്യം, ഈ നിലവിൽ ഇപ്പോൾ ഈ ലോക്കർ പരിശോധന അടക്കമുള്ള കാര്യങ്ങൾ നടത്തുമ്പോൾ മുൻപ് ഇതേ ബാങ്ക് അക്കൗണ്ടിൽ നേരത്തെ ഒരു പ്രാഥമിക വിവരശേഖരണം ഇഡി നടത്തിയിരുന്നു. ആ വിവരശേഖരണത്തിലും ചില മണി ട്രാൻസാക്ഷൻ സംബന്ധിച്ച് സംശയങ്ങളും പ്രശ്നങ്ങളും ഉണ്ട് എന്നുള്ളതാണ് ഇഡി ഉദ്യോഗസ്ഥരുടെ വിലയിരുത്തൽ. ഈ ലോക്കറിൽ നമുക്ക് സാധാരണഗതിയിൽ അറിയുന്നത് പോലെ ഏതൊക്കെ തരത്തിലുള്ള ഇടപാടുകൾ എന്നതിനപ്പുറത്തേക്ക് ഇടപാടുകൾക്കൊക്കെ നിയമസാധുത ഉണ്ടോ എന്നുള്ള കാര്യമായിരിക്കും പ്രധാനമായും ഇഡി പരിശോധിക്കുക. ഒന്നാമത്തെ കാര്യം, ഇനിയിപ്പോൾ വീണയെ ചോദ്യം ചെയ്തതുമായി ബന്ധപ്പെട്ടാണ് രണ്ടാമത്തെ ചോദ്യം ചെയ്യൽ. അതായത് അടുത്ത ഘട്ട ചോദ്യം ചെയ്യലിൽ വീണ വിജയന് സ്വാഭാവികമായും കൃത്യമായിട്ടുള്ള തെളിവുകളടക്കം ഹാജരാക്കാൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ കടുത്ത നടപടിയിലേക്ക് പോകാനായിരിക്കും ഇഡി തീരുമാനിക്കുക. ഇതിനോടകമുള്ള സൂചനകൾ നൽകിയിട്ടുണ്ട്. CMRLുമായി ബന്ധപ്പെട്ട് അത് ശശിധരൻ കർത്തയാണെങ്കിലും അദ്ദേഹത്തിന്റെ മകനാണെങ്കിലും അതുമായി ബന്ധപ്പെട്ട മാനേജ്മെന്റ് ആണെങ്കിലും അവരിൽ നിന്ന് പിടിച്ചെടുത്ത രേഖകളടക്കം അവ്യക്തതകൾ പറയുന്നുണ്ട്. അതിൽ തന്നെ ഈ എക്സാലോജിക് സൊല്യൂഷൻസുമായി നടത്തിയ ചില ഇടപാട് വിവരങ്ങൾ അതിലടക്കം സംശയങ്ങൾ പ്രകടിപ്പിച്ചുകൊണ്ടാണ് ഇഡിയുടെ അന്വേഷണം നടക്കുന്നത്. ഏതായാലും രാഷ്ട്രീയമായി കൂടി വലിയ മാനങ്ങളുള്ള സംഭവമാണ്. അതുകൊണ്ട് തന്നെ ഈ ലോക്കർ പരിശോധന നിർണായകമായി മാറുകയും ചെയ്യും. മാത്രമല്ല, ഇനിയുള്ള ഇഡി അന്വേഷണത്തിൽ ഈ ലോക്കറിൽ നിന്ന് കണ്ടെടുക്കുന്ന വിവരങ്ങൾ, ഇതിന്റെ ട്രാൻസാക്ഷൻ സംബന്ധിച്ചിട്ടുള്ള രേഖകൾ, ബാങ്കിൽ നിന്ന് ശേഖരിക്കുന്ന വിവരങ്ങൾ, ഈ മൂന്ന് കാര്യങ്ങളും പ്രധാനപ്പെട്ടതാകും. ഇതുകൂടി ക്രോസ് ചെക്ക് ചെയ്ത് മറ്റു ചില വിവരങ്ങൾ കൂടി പരിശോധിച്ച ശേഷമായിരിക്കും ഇഡി ഇനി വീണയെ ചോദ്യം ചെയ്യുക. ആ ചോദ്യം ചെയ്യൽ നിർണായകമായി മാറുകയും ചെയ്യും. ഷഫീദ്, അതുപോലെ തന്നെ ഇത് കേവലം രാഷ്ട്രീയ പ്രേരിതമാണ്, രാഷ്ട്രീയ കാര്യങ്ങൾ മാത്രമാണ് ഇതിന് പിന്നിലുള്ളത്, യാതൊരു നിജസ്ഥിതിയും ഇതിനില്ല എന്നതായിരുന്നല്ലോ പിണറായി വിജയന്റെയും മകളുടെയും ഒക്കെ വാദം. ഒപ്പം തന്നെ ഈ പറയുന്നത് പോലെ എക്സാലോജിക് എന്ന കമ്പനി സ്ഥാപിക്കുന്നത് തന്റെ പിതാവ് മുഖ്യമന്ത്രിയാകുന്നതിന് മുമ്പ് തന്നെയാണ്. അതുകൊണ്ട് തന്നെ ആ പദവിയുമായി ഇതിന് യാതൊരു ബന്ധവുമില്ല. ഈ വാദങ്ങളൊക്കെ ഇനി നിലനിൽക്കുമോ? സംസ്ഥാനത്തിന്റെ ചരിത്രത്തിൽ തന്നെ ആദ്യമായിട്ടാണ് ഒരു മുഖ്യമന്ത്രിയുടെ വീട്ടിൽ ഇഡി റെയ്ഡ് അടക്കമുള്ള കാര്യങ്ങൾ ഉണ്ടാവുന്നത്. മാത്രമല്ല, മുഖ്യമന്ത്രിയുടെ മകളെ കേന്ദ്ര ഏജൻസി അത് ഒരു സാമ്പത്തിക ട്രാൻസാക്ഷൻ, അതൊരു സാമ്പത്തിക ഇടപാടുമായി ബന്ധപ്പെട്ട് അത് ഏത് തരത്തിലാണ് അതിന്റെ വിവക്ഷ എന്ന് പറഞ്ഞാൽ CMRLന്റെ ഡയറി അടക്കമുള്ള വിവാദങ്ങൾ അത് രാഷ്ട്രീയമായി വലിയ കോളിളക്കമുണ്ടാക്കിയ സംഭവങ്ങളാണ്. അപ്പോൾ സ്വാഭാവികമായും ആ രീതിയിൽ പണം CMRL കോൺട്രിബ്യൂഷൻ നൽകിയിട്ടുണ്ട് എന്ന ഇപ്പോഴത്തെ മുഖ്യമന്ത്രി അടക്കം രാഷ്ട്രീയ പാർട്ടികൾക്ക് നൽകുന്നുണ്ടെന്ന് പറയുന്നുണ്ട്. പക്ഷേ അതിനൊക്കെ അപ്പുറത്തേക്ക് ഒരു രേഖയും ഇല്ലാതെ മുഖ്യമന്ത്രിയുടെ മകൾക്ക്, അന്നത്തെ മുഖ്യമന്ത്രിയുടെ മകൾക്ക് എന്തിനാണ് പണം കൊടുത്തത്? അവരുടെ കമ്പനിയുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ ഒരു നേരത്തെ ഇവരുടെ വിചരണവും ന്യായീകരണവും ഒരു കമ്പനിയുമായി ബന്ധപ്പെട്ട സർവീസിനാണെങ്കിൽ ആ സർവീസ് എന്താണ്, ആ സർവീസ് എങ്ങനെയാണ് കൊടുത്തത്, കോർപ്പറേറ്റ് റൂൾ അടക്കമുള്ള കാര്യങ്ങളിൽ ആ കമ്പനികൾക്ക് നിയമപ്രകാരമാണ് ഈ സർവീസ് നടത്തിയതെന്നുള്ള കാര്യത്തിൽ തെളിവുണ്ടോ എന്നൊക്കെയുള്ള ചോദ്യങ്ങൾക്ക് ഏജൻസികൾ ചോദിക്കുന്നത് സാധാരണമാണ്. പക്ഷേ അതിനെ രാഷ്ട്രീയമായി കൂട്ടിക്കെട്ടാൻ കഴിയില്ല. രാഷ്ട്രീയമായി ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, എന്തിനാണ് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകൾ ഇത്തരം ഒരു സർവീസിന്റെ പേരിൽ, രേഖകളില്ലാത്തൊരു സർവീസിന്റെ പേരിൽ എന്തിന് ഇത്ര കോടി പണം വാങ്ങി, അല്ലെങ്കിൽ 2.78 കോടി രൂപ എന്തിനാണ് CMRL നിന്ന് വാങ്ങിയത്, അതിൽ കൊടുത്ത സേവനം എന്താണ് എന്നൊക്കെയുള്ള ചോദ്യങ്ങൾ സ്വാഭാവികമായും. ഷഫീ, നമുക്ക് ഇതിന്റെ വിശദാംശങ്ങളിലേക്ക് വരാം. ഇപ്പോൾ മാത്യു കുഴൽനാടൻ ഈ കേസുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.